Hi, good morning dear student. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർക്ക് ഡണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ തന്നെ വർക്ക് ഡൺ ഇൻ ക്വസിസ്റ്റാറ്റിക് പ്രോസസ് ഓൾസോ ഡിസ്കസ്ഡ്. ടുഡേ വി ആർ ഡിസ്കസിങ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. ഐസോതെർമൽ സിസ്റ്റത്തിൽ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്കറിയാമല്ലോ. പിന്നെ ഐസോതെർമൽ പ്രോസസ്സ് ബോയിൽസ് ലോ ഫോളോ ചെയ്യും. അതായത് ബോയിൽസ് ലോ എന്താണ്? വോളിയവും പ്രഷറും എന്തായിരിക്കും? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയും, വോളിയം കൂടുമ്പോൾ എന്ത് കുറയും? പ്രഷർ കുറയും. അതായത് പി വി is equal to a കോൺസ്റ്റൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് കെ. വി നോ ദാറ്റ് ടു സ്റ്റേറ്റ്, അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നു. ഹിയർ pressure and volume in first case P1 and P2, then state changes to second state, that is their pressure and volume P2 V2, that is P1 and V1 is equal to P2 V2. ഇവിടെ നമ്മൾ 1 mol ഓഫ് ഗ്യാസ് ആണ് എടുക്കുന്നത്. അതായത് ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ടിയും ഐസോതെർമൽ ചേഞ്ച് ആണ് P1 to P2 ആൻഡ് V1 to V2. വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു W is equal to V1 to V2 PdV. ശരിക്കും പി വി ഈക്വൽ ടു എൻ ആർ ടി ആണെന്ന് അറിയാം. അല്ല, പി വി ഈക്വൽ ടു എൻ ആർ ടി. അതേപോലെ പി വി ഈക്വൽ ടു കെ. ദെൻ പി വി ഈക്വൽ ടു കെ ആയതുകൊണ്ട് പി നമുക്ക് എങ്ങനെ എഴുതാം? കെ ബൈ ബി. ഈ പിൻ്റെ വാല്യൂ നമ്മൾ മുകളിലത്തെ ഇക്വേഷനിൽ കൊടുക്കുന്നു. അതായത് വർക്ക് ഇസ് ഈക്വൽ ടു V1 to V2, പിൻ്റെ വാല്യൂ കൊടുത്തപ്പോൾ കെ ബൈ ബി ഡി വി. Then K taking outside, then equation become integral of V1 to V2 1 by V dV. ഇൻ്റഗ്രേഷൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് നമുക്ക് അറിയാം. ഇൻ്റഗ്രൽ ഓഫ് 1 by x dx is equal to log x. സോ വർക്ക് എന്തായി മാറും? വർക്ക് ബിക്കം K log V upper limit lower limit V1 to V2, then work is equal to log upper limit V2 minus log lower limit V1. ഇനി ലോഗരിതത്തിൻ്റെ സ്റ്റാൻഡേർഡ് റിസൾട്ട് നമുക്കറിയാം. ലോഗ് എ മൈനസ് ലോഗ് ബി is equal to log a by b. So equation become work done is equal to K log V2 by V1. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്തേലും? പി വി ഈക്വൽ ടു എൻ ആർ ടി. 1 mol ഓഫ് ഗ്യാസിൻ്റെ കേസിൽ എന്തായിരുന്നു? എൻ ഇസ് ഈക്വൽ ടു 1. സോ പി വി ഈക്വൽ ടു ആർ ടി. കമ്പയറിങ് ഇക്വേഷൻ 1 and 2, ഇപ്പോൾ ഇക്വേഷൻ എന്തായി മാറും? കെൻ്റെ സ്ഥാനത്ത് എന്താണ്? പി വി അല്ലേ ഫസ്റ്റത്തേൽ. ദെൻ കെ ഇസ് ഈക്വൽ ടു ആർ ടി. സോ വർക്ക് ഡണിൻ്റെ ഇക്വേഷൻ എന്തായി മാറും? ആർ ടി ലോഗ് V2 by V1. ഇതാണ് വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ. നമുക്ക് മുകളിലത്തെ ഇക്വേഷൻ ഒന്ന് മാറ്റി എഴുതാം. അതായത് ബൈ മൾട്ടിപ്ലൈയിങ് 2.303. എന്താണ് 2.303? എന്താണ് 2.303? നാച്ചുറൽ ലോഗ്. സോ വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു 2.303 ആർ ടി ലോഗ് 10 log V2 by V1.
ഇനി നമുക്ക് അഡിയബാറ്റിക് പ്രോസസ്സിൻ്റെ കേസിലെ വർക്ക് ഡൺ എന്താണെന്ന് നോക്കാം. അഡിയബാറ്റിക് ഇക്വേഷൻ ഫോർ ഐഡിയൽ ഗ്യാസ് എന്താണ്? PV raised to gamma is equal to a constant. ഒരു 1 mole ഓഫ് ഗ്യാസ് അഡിയബാറ്റിക് ചേഞ്ച് ആയ ഫ്രം സ്റ്റേറ്റ് P1 to P2 ആൻഡ് V1 to V2, ദെൻ ടെമ്പറേച്ചർ ചേഞ്ച് T1 to T2, ദെൻ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ഇക്വേഷൻ എന്താണ്? ഇൻ്റർവൽ ഓഫ് V1 to V2 P dV. ഫ്രം ഇക്വേഷൻ 1 നമുക്ക് P എങ്ങനെ എഴുതാം? P is equal to K by V raised to gamma എന്ന് എഴുതിക്കൂടെ? ഇത് നമ്മുടെ വർക്കിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ ഇക്വേഷൻ എന്തായി മാറും? വർക്ക് ഈസ് ഈക്വൽ ടു ഇൻ്റർവൽ ഓഫ് V1 to V2 K V raised to gamma dV. Then the constant K be taking outside. Then equation become K into integral of V1 to V2 1 by V raised to gamma dV. Then the denominator term be taken numerator. Then equation become എന്തായി മാറും? V raised to minus gamma. The standard result of integration x raised to n dx is equal to എന്താണ്? x raised to n plus 1 divided by n plus 1. Then എന്തായി മാറും? V raised to minus gamma plus 1 divided by minus gamma raised to gamma plus 1. Then equation എന്താവും? വർക്കിൻ്റെ work is equal to K into V raised to gamma V raised to minus gamma plus 1 divided by minus gamma plus 1 limit V2 to V1 V1 to V2. Then we rearrange. Then work is equal to K into V raised to 1 minus gamma by 1 minus gamma V1 to V2. Then we take 1 minus gamma taken outside. Then work is equal to K by 1 minus gamma into V raised to 1 minus gamma V1 to V2. നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് ദെൻ എന്തായി മാറും ഇക്വേഷൻ? We take K by 1 minus gamma into V2 raised to 1 minus gamma minus V1 raised to 1 minus gamma. In two state, the adiabatic equation P1 V1 raised to gamma is equal to P2 V2 raised to gamma is a constant. Then substitute a value of K V2 K കൊണ്ട് നമ്മൾ മുകളിലത്തെ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതായത് വർക്ക് ഈസ് ഈക്വൽ ടു 1 മൈനസ് ഗാമ K V2 റേസ് ടു 1 മൈനസ് ഗാമ മൈനസ് K V1 റേസ് ടു 1 മൈനസ് ഗാമ. ഇതിൽ Kൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് എന്ത് കിട്ടും? 1 by 1 മൈനസ് വർക്ക് ഈസ് ഈക്വൽ ടു 1 by 1 മൈനസ് ഗാമ ഇൻറ്റു P2 V2 റേസ് ടു gamma V2 raised to 1 minus gamma minus P1 V1 raised to gamma V raised to 1 minus gamma. നമുക്ക് അറിയാം A raised to m into A raised to n എന്താണ്? A raised to m plus n. അതേപോലെ A raised to m into A raised to n minus n എന്താണ്? m equal to എന്താണ്? A raised to m minus n. ഇത് നമ്മൾ മുകളിലത്തെ ഇക്വേഷനിലേക്ക് കൊടുത്താൽ എന്ത് കിട്ടും? V2 റേസ് ടു ഗാമ ഇൻറ്റു V2 റേസ് ടു 1 മൈനസ് ഗാമ എന്തായി മാറും? V2 റേസ് ടു ഗാമ പ്ലസ് സെക്കൻഡ് എന്താണ്? 1 മൈനസ് ഗാമ. ദെൻ ഗാമയും ഗാമയും കട്ടായി. V2 റേസ് ടു 1 ആയി മാറും. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദെൻ ഇക്വേഷൻ ബിക്കം വർക്ക് ഈസ് ഈക്വൽ ടു
1 by 1 minus gamma into P2 V2 raised to 1 minus P1 V1 raised to 1. നമുക്കറിയാം P1 V1 is equal to NR R into T1. P2 V2 is equal to NR into T2. Then substitute, the equation become work is equal to 1 by 1 minus gamma into NR T2 minus NR T1. ഇതിൽ നിന്ന് നമുക്ക് എന്തെടുക്കാം? NR പൊതുവായിട്ടുള്ളതുകൊണ്ട് taking outside. Then work is equal to NR by 1 minus gamma into T2 minus T1. It is the equation for work done of adiabatic process. Work done in adiabatic process equation. This session is over. Thank you.